അപ്സരയും ജാസ്മിനും കൂടി നടന്ന ആ ഒരു ഫൈറ്റിനോടനുബന്ധിച്ച് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി. അതുപോലെ തന്നെ അപ്സരയ്ക്ക് ഭയങ്കരമായ ഒരു ഫിസിക്കൽ അസോൾട്ടാണ് ജാസ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് തന്നിട്ട് എന്നോട് ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ചോദിക്കുന്ന ഒത്തിരി പേരാണുള്ളത്. ജാസ്മിനെ പുറത്താക്കുന്ന രീതിയിൽ അത്രയും വലിയൊരു ഫൈറ്റാണോ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഇനി 100% ഉറപ്പിക്കാവുന്ന ഒരു അപ്ഡേറ്റ് കിട്ടിയാൽ മാത്രമേ ഈ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അപ്സരയുടെ ഫാമിലി, അതായത് അപ്സരയുടെ അമ്മയും ഭർത്താവും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ള സമയത്താണ് ഇത് നടന്നിരിക്കുന്നത്. ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ഈ ഫൈറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഒരു ഭയങ്കരമായ ഒരു ഫൈറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അപ്സരയും ജാസ്മിനും കൂടി നടന്ന ആ ഒരു ഫൈറ്റിന്റെ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ അപ്സരയുടെ അമ്മയും അതുപോലെ തന്നെ ഭർത്താവും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നു. ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫൈറ്റ് സംഭവിക്കുന്നത്. മോർണിംഗ് ആണ് സമയം, അതിരാവിലെ എന്ന് പറയുന്നില്ല, ഏകദേശം ഒരു 10-10:30 മോർണിംഗ് ടാസ്കിന്റെ ഇടയിലാണ് ഈ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഈ ഒരു സമയത്ത് ജാസ്മിൻ അപ്സരയെ പ്ലേറ്റ് എടുത്ത് വീശി എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്തായാലും ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ ഉണ്ടായിട്ടില്ല. ജാസ്മിൻ ഇത്രയും നേരമായിട്ടും ബിഗ് ബോസിൽ നിന്ന് പുറത്തായിട്ടില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലുള്ള ഒരു അലിഗേഷൻ അപ്സരയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജാസ്മിന്റെ ഭാഗത്തു നിന്നോ സംഭവിച്ചിട്ടില്ല. ഒരു ഫൈറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. അതിനോടനുബന്ധിച്ച് അപ്സരയുടെ ഭർത്താവും അവിടെ നല്ല രീതിയിൽ ജാസ്മിനെതിരെ സംസാരിക്കുകയുണ്ടായി എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും 100% ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. ഫിസിക്കൽ അസോൾട്ട് എന്നുള്ളൊരു പരിപാടി, ഭയങ്കരമായ ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ ഉണ്ടായിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ നടന്നു. ബിഗ് ബോസ് ഹൗസിൽ നിന്നൊരു കണ്ടസ്റ്റന്റ് പുറത്താവുന്ന രീതിയിൽ ഒരു അടി അവിടെ സംഭവിച്ചിട്ടില്ല. എന്തായാലും ഭയങ്കരമായ ഒരു വാക്കുതർക്കം ജാസ്മിനും അപ്സരയും തമ്മിൽ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, അപ്സരയുടെ ഭർത്താവ് നമ്മുടെ ആൽബി ചേട്ടൻ വന്നിട്ട് ചില കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ചില ട്വിസ്റ്റുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റുള്ള ഫാമിലീസിനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്നത് പോലെയല്ല അപ്സരയുടെ ഭർത്താവിനെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുന്നത്. കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് ബിഗ് ബോസ് പുള്ളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്സരയുടെ അമ്മ വരുന്ന സമയത്ത് ആൽബി ചേട്ടനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ചില ട്വിസ്റ്റുകൾ അവിടെ നടക്കുന്നുണ്ട്. പല കണ്ടസ്റ്റന്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഗെയിം, അല്ലെങ്കിൽ ഒരു ഗെയിമിന് ഒരു ചേഞ്ച് വരുത്താനായിട്ട് അപ്സരയുടെ ഭർത്താവിന് സാധിച്ചതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് 100% ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യത്തിൽ കൺഫേം ആയിട്ട് പറയാണ്, ഈ പറയുന്ന ജാസ്മിനോ അല്ലെങ്കിൽ അപ്സരയോ പുറത്താവുന്ന രീതിയിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കുറേ പേര് ഇന്നലെ വീഡിയോ ഇട്ടത് കണ്ടു. ഈ പറയുന്ന ജാസ്മിൻ പ്ലേറ്റ് എടുത്ത് വീശി അപ്സരയുടെ മൂക്കിൽ നിന്ന് രക്തം വന്നു. സിജോയും അഭിഷേകും കൂടി അപ്സരയെ ആശുപത്രിയിലേക്ക് മാറ്റാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ്. അങ്ങനെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ബിഗ് ബോസിൽ നിന്നൊരു കണ്ടസ്റ്റന്റ് പുറത്താകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് അവിടെ സംഭവിക്കണം. ആ ഒരു രീതിയിലേക്ക് അപ്സരയും ജാസ്മിനും കൂടിയുള്ള എന്തായാലും ആ ഒരു ഫൈറ്റ് വലിയൊരു തരത്തിലേക്ക് മാറുന്നതിന് മുന്നേ, അതായത് ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള ആ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുന്നായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സും ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ ശമിപ്പിച്ചു എന്ന് തന്നെയാണ് പറയാൻ. എന്തായാലും ഭയങ്കരമായ ഒരു വാക്ക് തർക്കം നമുക്കറിയാം. ജാസ്മിൻ്റെയും അപ്സരയുടെയും വോയിസിൻ്റെ ആ ഒരു കാഠിന്യം, അവർ തമ്മിൽ അല്പം ഒച്ചയിൽ സംസാരിച്ചാൽ പോലും അത് ഭയങ്കരമായ ഒരു ഫൈറ്റിലേക്ക് പോകും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. ഫിസിക്കൽ അസോൾട്ടിനുള്ള ശ്രമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചിട്ടില്ല. 100% കൺഫേം ആണ്. ജാസ്മിനോ അപ്സരയോ അവിടെ നിന്ന് പുറത്തായിട്ടില്ല. അവർക്ക് ശാരീരികമായൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. അതൊക്കെ 100% കൺഫേം ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യം, അപ്സരയുടെ ഭർത്താവ് ചില ഗെയിം ചേഞ്ചിങ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് കളയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര സുഖവുമാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഇന്നത്തെ ലൈവിലും അതുപോലെ തന്നെ എപ്പിസോഡിലും ഒക്കെ ആയിട്ട് കാണാം. അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്